കൂടെ അവർ വിജയിക്കും, വൻ വിജയം കരസ്ഥമാക്കും, ക്രമേണ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടിയേക്കാം, അങ്ങനെ ഒരു പൊസിഷനിലെത്തിയേക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല ഒപ്പിടുന്ന സാറുമാരും മറ്റ് പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനം പറയാൻ കഴിയാതെ ഒരു പ്രത്യേക കോണിൽ നിൽക്കുന്നവരുണ്ട്. അവരുടെ സർവീസ് കാലം മുഴുവനും യഥാർത്ഥത്തിൽ അവർ സാലറി മേടിച്ച് നിൽക്കുന്നു എന്നല്ലാതെ അവരെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ പലതും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അപ്പോൾ അത് പഠിക്കാൻ മാത്രം കഴിവുള്ള ചില ആളുകൾ ചെന്ന് പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാവാം. ഒരുപക്ഷെ തോറ്റു നിന്ന പലരും കാലക്രമേണ വലിയ വലിയ കമ്പനികളും വലിയ സ്ഥാപനങ്ങളും ഒരുപക്ഷെ ഈ ജയിച്ച് വൻ വിജയം കരസ്ഥമാക്കിയ ആൾക്കാർ പോലും ഈ തോറ്റവരുടെ കമ്പനികളിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയും സംഭവിക്കാറുണ്ട്, അല്ലേ? അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ജയപരാജയങ്ങളെല്ലാം അത് അതിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോരോ ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ അതിനനുസരിച്ച് പോകും. ജയം വരുമ്പോൾ മാത്രം പൊക്കിപ്പിടിച്ച് എല്ലാവരെയും ആഘോഷിപ്പിക്കുന്നതും, ഒരു വസ്തു പരാജയമായി നിൽക്കുന്ന ആൾ നാളെ വിജയത്തിലേക്കുള്ള ആളാണ്. ആ വിജയത്തിലുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഘടകമാണ്. തീർച്ചയായിട്ടും ജയങ്ങളെല്ലാം നല്ലത് തന്നെ. കുറ്റങ്ങൾ പറയുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിജയങ്ങൾ ആഘോഷിക്കുക, ആനന്ദിക്കുക, ശരിയല്ലേ?